ശ്രീ ബി ആർ എം ഷഫീർ ഇന്നിപ്പോൾ മാത്തുക്കുഴൽനാടൻ MLA പറയുകയാണ് എന്താണോ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അതുതന്നെയാണ് കേരളത്തിൽ ചെയ്യുന്നത് പറയുന്നത്. അങ്ങനെ ഒരു താരതമ്യം കുറച്ച് കടന്ന താരതമ്യം. ഇപ്പോൾ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കുന്നു, ഇതുപോലെ നിയമത്തിന്റെ വഴിക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അയോഗ്യനാക്കൽ. പക്ഷേ ഇതുപോലെ ഒരു താരതമ്യമുണ്ട്. ശരിയാണ്, ഇപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി വന്നു, അവിടെ മുഖ്യമന്ത്രി നേരിട്ട് സ്വീകരിക്കാൻ പോയി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നോട് സംസാരിക്കുന്നതിനാൽ കൂടുതൽ ഇങ്ങനെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഊഷ്മള ബന്ധത്തിൽ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയും ഏതാനും മിനിറ്റുകളോളം സംസാരിച്ച് കുശലം പറഞ്ഞു. അതിനുശേഷം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പോകാൻ നേരം പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയോട് യാത്ര പറഞ്ഞൊക്കെ ഇറങ്ങുന്നുണ്ട്. ആ സൗഹൃദം പ്രധാനമന്ത്രി മുഖ്യമന്ത്രി സൗഹൃദമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ കേന്ദ്രം ചെയ്യുന്നതൊക്കെ കേരളത്തിൽ ചെയ്യുന്നു എന്ന് പറയാമോ ബി ആർ എം? അങ്ങനെയൊന്നുമല്ല. എക്സാലോജിക്കലിൻ്റെ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കോപ്പറേറ്റീവ് മന്ത്രാലയം കൊടുത്തിരിക്കുന്നത് 4 മാസം, അഥവാ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് CPI മത്സരിക്കുന്ന അരിവാൾ നിൽക്കതിർ മത്സരിക്കുന്ന സ്ഥലത്ത് CPM സഹായിച്ചില്ലെങ്കിൽ മകളകത്ത്. നിങ്ങൾ എഴുതി വെച്ചോളൂ, 19 സീറ്റുകളിൽ BJP CPMനെ സഹായിക്കുമെങ്കിൽ CPMന്റെ അംഗീകരിക്കപ്പെട്ട കേഡർമാർ തൃശ്ശൂരിൽ BJPക്ക് വോട്ട് ചെയ്തുകൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള രഹസ്യ ബാന്ധവത്തിന്റെ ഇപ്പോഴത്തെ ബലമാണ് ഇന്ന് ഒരു അനൗപചാരിക പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി വന്നപ്പോൾ പോലും നിന്ന് പോയി ചേട്ടനും അനിയനും നിൽക്കുന്നത് പോലെ നിന്നത്. ഒരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞുതരാം. രാഹുൽ മാങ്കൂട്ടത്തിനെ യാതൊരു തരത്തിലുള്ള ഓവർ ടാക്സുകളും ഇല്ലാത്ത കേസിൽ അറസ്റ്റ് ചെയ്ത പിണറായി വിജയനോട് ഞങ്ങളുടെ ചോദ്യം, മഞ്ചേശ്വരത്ത് തെരഞ്ഞെടുപ്പിൽ അപരന് കാശ് കൊടുത്ത കേസിൽ നേരിട്ട് തെളിവുകൾ പിണറായി വിജയന്റെ പോലീസ് കണ്ടെത്തിയിട്ടും എന്തേ സുരേന്ദ്രനോട് ഒരു സൗമനസ്യം? 3 കൊല്ലമായല്ലോ, അറസ്റ്റ് ചെയ്തില്ലല്ലോ, പോലീസ് സ്റ്റേഷനിൽ ഒരു വാറണ്ട് പോയില്ലല്ലോ, ഒരു രാത്രിയിൽ ഒരു വീട് വളഞ്ഞില്ലല്ലോ. ചോദിക്കട്ടെ. എന്നിട്ടോ സുരേന്ദ്രൻ ജാമ്യം എടുക്കാൻ പോയപ്പോൾ പ്രോസിക്യൂഷൻ നിശബ്ദമായിരുന്നു. നിങ്ങൾ നോക്ക്, ആദിവാസി ഗോത്രസഭയുടെ നേതാവിന് പണം പൂക്കൂടയിൽ കൊടുത്ത 2ാമത്തെ കേസ്, സുരേന്ദ്രന്റെ കേസ്. എന്തേ അറസ്റ്റ് ചെയ്യാൻ കാണിച്ചില്ല? ഈ വഴക്കവും ഈ രാത്രിയുള്ള കയറ്റവും ഈ ജനാധിപത്യത്തിന്റെ ഈ അറും കൊലയൊന്നും ഞങ്ങൾ അവിടെ കണ്ടില്ല. 3, കൊടകര കുഴൽപ്പണ കേസിൽ അന്നത്തെ പ്രധാനപ്പെട്ട പ്രതി സുരേന്ദ്രന്റെ മകനെ ഇതിന് തൊട്ട് മുമ്പ്, ഈ പണം പിടിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് 43 തവണ വിളിച്ചതായി കോൾ റെക്കോർഡുകൾ, യാത്രാ റെക്കോർഡുകൾ, CCTV ക്യാമറകൾ, ശാസ്ത്രീയ തെളിവുകൾ. സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തില്ല, മോനെ അറസ്റ്റ് ചെയ്തില്ല. സാക്ഷി പട്ടികയിൽ പോലും ഉൾപ്പെടുത്താതെ രക്ഷപ്പെടുത്തി കൊടുക്കുന്ന കേരളത്തിലെ പിണറായി വിജയന്റെ RSS നയം ഞങ്ങൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടം കുഴൽപ്പണം കടത്തിയോ? രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്തിട്ടാ? പിന്നെ ഞങ്ങൾക്കറിയാമെന്നേ, അവിടെ ചന്ദൻ ബസു ബംഗാളിൽ ഇതാ ചെയ്തത്. ചന്ദൻ ബസു ആരെങ്കിലും സമരത്തിന് വന്ന നന്ദിഗ്രാമിലെ സഹോദരിമാരെ വെടിവെച്ചിട്ടു, സിംഗൂറിൽ സമരത്തിന് വന്ന തൊഴിലാളികളെ വെടിവെച്ചിട്ടു. ഇവിടെ നിങ്ങൾ വെടിവെച്ചിട്ടോ? നന്ദിഗ്രാമിലും സിംഗൂറിലും ബംഗാളിൽ എങ്ങനെയാണോ സംഭവിച്ചത് അതുപോലെ നാളെ കേരളത്തിലും ഉണ്ടാവും. പിന്നെ നിങ്ങളൊരു കാര്യം പറഞ്ഞു, ഞാനൊരു കാര്യം നേരത്തെ ഹഷ്മി പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. 10 വർഷം മുമ്പത്തെ കേസിൽ മന്ത്രി റിയാസിന് ജാമ്യം. 10 വർഷം മുമ്പത്തെ കേസാണ്. KSRTC ബസിന്റെ ഹെഡ്ലൈറ്റുകൾ തകർത്ത കേസിൽ 10 വർഷത്തിന് ശേഷം മുഹമ്മദ് റിയാസിന് ജാമ്യം. 2013 ജൂൺ മാസം 27 മലപ്പുറത്തെ കുന്നുമലിൽ സോളാർ കേസുമായി ബന്ധപ്പെട്ട് 13,300 രൂപയുടെ നഷ്ടമുണ്ടാക്കിയ കേസിലാണ് ഹാജരായി ജാമ്യം എടുത്തത്. ഞാൻ പറഞ്ഞത് കാര്യം ശരിയാണ്, പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടത്. പക്ഷേ ഏറഹിം അടക്കം നടത്തിയ സമരത്തിൽ പോലീസുകാർ ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. സ്വാശ്രയ സമരകാലത്ത് കത്തിയ വണ്ടികൾ കൈ കണക്കുണ്ടോ? BRM ഇപ്പൊ അത് വലിയ ആനക്കാര്യമൊന്നും അല്ലാന്നേ, അതൊക്കെ സമരത്തിലുള്ളതാണ്. ഉമ്മൻചാണ്ടി വിചാരിക്കുകയാണ് മുഹമ്മദ് റിയാസിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇപ്പുറത്തെ മന്ത്രിയുടെ മരുമകൻ പുമുഖവൻ അകത്ത് കിടക്കില്ലേ? ഈ കഴിഞ്ഞ ആഴ്ചയിലെ തിരുവനന്തപുരത്ത് കോടതി 2014 കേസിൽ റഹീമിനെയും അതുപോലെ തന്നെ സ്വരാജിനെയും ഇവിടെ ശിക്ഷിക്കപ്പെട്ടില്ലേ? 7,000 പിഴയടക്കാൻ പറഞ്ഞില്ലേ? 2014 പൊതുമുതൽ നശിപ്പിച്ച കേസിൽ. അപ്പോ അന്ന് അറസ്റ്റ് ചെയ്തോ? വീട് കയറി അറസ്റ്റ് ചെയ്തോ? ഇല്ല. അതൊക്കെ പൊതുമുതൽ നശിപ്പിച്ച കേസായിരുന്നിട്ട് പോലും രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലീഡേഴ്സിനോട് കാണിക്കുന്ന സാമാന്യ മര്യാദയുടെ പേരിൽ അതങ്ങനെ ചെയ്തു. അത് ചെയ്തത് ഉമ്മൻചാണ്ടിയാണ്. ഇവിടുത്തെ പ്രശ്നം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങൾ നോക്കൂ, ഇവരെന്ത് മാറിയിരിക്കുന്നു, ഇവരുടെ സമീപനം എന്തുമാത്രം മാറിയിരിക്കുന്നു. നിങ്ങൾ നോക്ക്, നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ DYFIയും യുവമോർച്ചയും കേരളത്തിലെ കളത്തിലുണ്ടോ? നിങ്ങൾ ഏത് ഹഷ്മി വെറുതെ ഒന്ന് തിരിച്ച് ചിന്തിക്ക്, അല്ലെങ്കിൽ കാരശ്ശേരി വാഷ് വെറുതെ ഇരുന്ന് ചിന്തിക്ക്, ഹസ്കർ ചിന്തിക്ക്. എല്ലാ ദിവസവും മീഡിയയിൽ യൂത്ത് കോൺഗ്രസ്, സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ്, തല പൊട്ടിപ്പൊളഞ്ഞിട്ടും മുദ്രാവാക്യം വിളിച്ച് മുന്നേറുന്ന സഹോദരിമാർ, മുടിയിഴകൾ ചവിട്ടിയറയ്ക്കപ്പെട്ടിട്ടും സമരം ചെയ്ത സഹോദരങ്ങൾ, തല പൊട്ടി ചോരയൊഴുകിയിട്ടും സമരത്തിന് തീഷ്ണത കൂട്ടുന്ന യൂത്ത് കോൺഗ്രസിന്റെ സ്പേസിൽ യൂത്ത് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. യുവമോർച്ച ഉണ്ടോ? അവർക്ക് സമരമുണ്ടോ?
SFI ഒരു പേരിന് സമരം ചെയ്തിട്ട് 7 കൊല്ലായില്ലേ? SFI തൂത്തെറിയപ്പെട്ടില്ലേ? DYFI ഒരു സമര സംഘടന എന്ന് മാറിയിട്ട് നിങ്ങൾക്കറിയാം അധികാരത്തിന്റെ ദർബാറുകളിൽ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ എന്തെങ്കിലും ഡോക്ടറേറ്റും കിട്ടി ജോലിയും കിട്ടുമ്പോൾ തീർന്നില്ല അവരുടെ ശൗര്യം. ഇത് രണ്ടും തീർന്നില്ലേ കേരളത്തിൽ? ഗവർണർക്കെതിരെ സമരം ഗവർണർക്കെതിരായ നല്ല ഗംഭീരമായ സമരം ഉണ്ടായിരുന്നു. ഗവർണർക്കെതിരായി സമരം ചെയ്യുന്ന ഗവർണർക്കെതിരായിട്ട് കരിങ്കൊടി കാണിച്ചാൽ അത് നല്ല കരിങ്കൊടിയും, പിണറായി വിജയനെതിരെയും തമ്പുരാന് മഹാചക്രവർത്തിക്കെതിരായി ആരെങ്കിലും കരിങ്കൊടി കാണിച്ചാൽ അത് തീവ്രവാദ പ്രവർത്തനം അല്ലേ? ഇതാണ് നിങ്ങളുടെ സമീപനം. തീർന്നില്ല. ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശ്രീ ശ്രദ്ധിക്കൂ, നമ്മളെ വണ്ടിപ്പെരിയാറിൽ ഈ ജാഗ്രത നിങ്ങൾ കാണിച്ചില്ലല്ലോ. ഈ പോലീസ് വണ്ടിപ്പെരിയാറിൽ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു. DYFIയുടെ ജില്ലാ നേതാവ്, അയാളെ കുറ്റസമ്മതം വഴിയുണ്ട്, അവന്റെ ശാസ്ത്രീയ തെളിവുകളുണ്ട്. ജില്ലാ ജഡ്ജി വെറുതെ വിട്ടിട്ട് പറഞ്ഞു ഇയാൾ തന്നെയാകാം, പക്ഷെ എനിക്ക് ശിക്ഷിക്കാൻ പറ്റുമുള്ള ജില്ലാ നേതാവ് അങ്ങനെ പറഞ്ഞു പോലെ ജില്ലാ നേതാവ് അങ്ങനെ പറഞ്ഞു പോലെ ഷഫീർ ജില്ലാ നേതാവൊന്നുമല്ല. ജില്ലാ നേതാവൊന്നുമല്ല. നേതാവാണോ? DYFI നേതാവുമല്ല. അല്ല DYFIയുടെ നേതാവുമല്ല. ഔദ്യോഗിക ഭാരവാഹിത്വം നേതാവ് എന്ന് പറയുന്നത് ഔദ്യോഗിക ഭാരവാഹിത്വം ഉണ്ടാവണ്ടേ? നേതാവ് എന്ന് പറഞ്ഞ ഔദ്യോഗിക ഭാരവാഹിത്വം ഉണ്ടാവണ്ടേ? ഭാരവാഹിത്വം ഇല്ലെന്നാണോ ഹർഷ് പറയുന്നത്? ഭാരവാഹിത്വം ഉണ്ടെന്ന് അറിയോ? എനിക്കറിയില്ല. DYFIയുടെ ഇല്ല അർജുന്റെ DYFI ഭാരവാഹിത്വം എനിക്കറിയില്ല. എന്താണ് അങ്ങനെ പറ? അത് അന്തസ്. നിങ്ങളുടെ പഴയ SFI പുറത്തിറങ്ങരുത്. SFI സംരക്ഷിക്കാൻ ഇറങ്ങണ്ട. എന്താണ് അങ്ങനെ വേണ്ട. ഞാൻ ഇപ്പോഴും പറയുന്നു, വണ്ടിപ്പെരിയാറിലെ ഔദ്യോഗികമായ DYFIയുടെ ഭാരവാഹിത്വം വഹിക്കുന്ന ആളാണ് ആ കേസിലെ പ്രതിയായത്. അന്ന് ഈ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള ആളുകൾ വണ്ടിപ്പെരിയാറിലെ പ്രതിയെ സംരക്ഷിച്ച പ്രോസിക്യൂഷനെതിരായിട്ട് അവിടെ സമരം നയിച്ചപ്പോ മദ്യക്കുപ്പിയേറ് എവിടെ നിന്നറിയോ? നെടുങ്കണ്ടത്തെ പാർട്ടി ഓഫീസിൽ നിന്ന്. പ്രതികൾ ഓടിക്കറിയത് എവിടെയാണെന്നറിയോ? ഈ പെൺകുട്ടിയുടെ പിതാവിനെ കുത്തിയിട്ട് മുഖ്യപ്രതി ഓടിക്കറിയത് എവിടെയാണെന്നറിയോ? നെടുങ്കണ്ടത്തെ CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ. ഇതാണ് കേരളം. തീർന്നില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. പിന്നെ നേരത്തെ പറഞ്ഞു പ്രിവിലേജ് ഉണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിന് പ്രിവിലേജ് ഉണ്ടോ? പ്രതിപക്ഷ നേതാവിന്റെയും MLAയുടെയും MP യുടെയും പ്രിവിലേജ് ഉണ്ടോ? അസ്കർ നോക്കിക്കോ. മാസം 1-2 കഴിഞ്ഞോട്ടെ. ഈ അറസ്റ്റ് ചെയ്യാൻ വന്ന കന്റോൺമെന്റ് CA ഉൾപ്പെടെയുള്ളവരില്ലേ, സല്യൂട്ട് അടിച്ചു നിൽക്കും രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പിൽ. പ്രിവിലേജ് ഉണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസ് അറിയാം. പ്രിവിലേജ് എന്താണെന്നും എങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെന്നും കോൺഗ്രസ് നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തരാം കേട്ടോ. പൂജപ്പള്ളിലേക്ക് ഒന്നുകൂടി പോകണം. അതിന് ഭാസ്കറിലേക്ക് ഒന്ന് പോയിട്ട്